നമസ്കാരം, എല്ലാവർക്കും ദ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനിയും വെറും 5 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിനായിട്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസ് എല്ലാം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഹോട്ട് ടോപ്പിക്സ് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. കൂടുതലായിട്ടും പേപ്പർ നമ്പർ 2 റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് പഞ്ചായത്തി രാജും അതുപോലെ തന്നെ 73, 74 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോയിന്റ്സ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു MCQ ചോദ്യമാണ്. ഞാനൊരു റെഫറൻസിന് വേണ്ടി വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആരെങ്കിലും മോക്ക് ടെസ്റ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എത്രയും പെട്ടെന്ന് മോക്ക് ടെസ്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ, ഒറ്റ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞു പോകാം. 73 the 73rd Constitutional Amendment Act added the 11th schedule to the Indian Constitution containing 29 subjects related to Panchayat. 2. The 74th Constitutional Amendment Act added the 12th schedule to the Indian Constitution containing 18 subjects related to municipalities. ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. നോക്കിക്കേ, 73ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 11ാമത്തെ ഷെഡ്യൂളിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുള്ളത്. 29 സബ്ജക്ട് പഞ്ചായത്തുമാരായിട്ട് റിലേറ്റ് ചെയ്തുണ്ട്. ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്. 2. 74ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 12th ഷെഡ്യൂളിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 18 സബ്ജക്ട് ഉണ്ട്. ഇതിനകത്ത് മുനിസിപ്പാലിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ്? അപ്പൊ ഏത് ഷെഡ്യൂളിലാണ് 74, 73 വരുന്നത് നമുക്കറിയണം. എത്ര സബ്ജക്ട് ഉണ്ട്, അത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ എന്ന് അറിയണം. ഇതറിയുമ്പോൾ ഏട്ടായിട്ട് ആരും കാണില്ല, എല്ലാവർക്കും ഈസിയാണ്. ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ബോത്ത് ഓപ്ഷൻ 1 and 2 ശരിയാണ് എന്നുള്ളതാണ്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ വരുമ്പം 73ാം അമെന്റ്മെന്റ് ആക്ട് 1992 കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ 11th ഷെഡ്യൂള് ഇൻസേർട്ട് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 29 ഫംഗ്ഷണൽ സബ്ജക്ട് പഞ്ചായത്തിനെ പറ്റിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. 74ാം അമെന്റ്മെന്റ് ആക്ട് 1992 തന്നെയാണ് വന്നത്. മുനിസിപ്പാലിറ്റി അല്ലെ സ്റ്റാറ്റസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു. 12th ഷെഡ്യൂള് എൻ്റർ ചെയ്തു. അതിനകത്ത് 18 സബ്ജക്ട് ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട? അർബൻ ലോക്കൽ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ടത്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോയിന്റ്സ് ഒന്ന് നോക്കാം. കൃത്യമായിട്ട് നമുക്ക് PS ചോദിക്കാൻ സാധ്യത ഉള്ളതും ചോദിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം എന്താണ് ഈ പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെ മുനിസിപ്പാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അല്ലെ LSGI ആണ്. ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാന് വികസനം എവിടെ? ഡീസെൻട്രലൈസ്ഡ് അല്ലെ, നമ്മൾ താഴെ തട്ടുകളിലേക്ക് വികസനം കൊണ്ടുപോകാൻ, ഡെവലപ്മെന്റ് താഴെത്തട്ടുകളിലേക്ക് പോകാനും ഈ ഡീസെൻട്രലൈസേഷൻ, പവറിന്റെ ഡീസെൻട്രലൈസേഷൻ താഴെ തട്ടിലേക്ക് പോകാൻ, അതായത് അധികാര വികേന്ദ്രീകരണം ഉറപ്പാക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന സിസ്റ്റം ആണല്ലോ. അപ്പം ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഗ്രാമതലത്തിലും ജില്ലാ തലത്തിലുമുള്ള ഗവൺമെന്റുകൾ അറിയപ്പെടുന്നത് എന്താണ്? പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെന്റ് എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ഈ പ്രാദേശിക ഗവൺമെന്റിനെയാണ് ആണല്ലോ. അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിലും അതാരാണ്? തദ്ദേശ ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പവർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നടപ്പിലാക്കിയത് ആണല്ലോ. ഈ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായിട്ട് ഈ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത്. ഇനി ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പൊ പഞ്ചായത്തി രാജ് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവും ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയുമാണ്. ഇനി ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? MN റോയ് ആണ്. ഇത് 3 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് പഞ്ചായത്തി രാജ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു, ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി, ജനകീയ ആസൂത്രണം അല്ലെ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് MN റോയ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഗ്രാമകാര്യങ്ങളുടെ നടത്തിപ്പിന് ഗ്രാമസഭകൾ ഉണ്ടായിരുന്നു എന്ന് സൂചന നൽകുന്ന പഴയ ഒരു ഗ്രന്ഥം ചോദിക്കാം. ജാതക കഥകൾ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട്. എന്താണ്? പണ്ട് കാലത്ത് തന്നെ ഗ്രാമകാര്യങ്ങളുടെ നടത്തിപ്പിന് ആരുണ്ടായിരുന്നു? ഗ്രാമസഭ ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് സൂചന നൽകുന്ന ഗ്രന്ഥമാണ് ജാതക കഥകൾ. ഇനി അടുത്ത മറ്റൊരു ചോദ്യമാണ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമസഭകളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൃതിയുണ്ട് കൗടില്യന്റെ. എന്താ അത്? അർത്ഥശാസ്ത്രം ചോദിച്ചിട്ടുണ്ട്. ഇത് ഗ്രാമസഭകളെ കുറിച്ച് പറയുന്ന അർത്ഥശാസ്ത്രം, ഗ്രാമസഭകളെ കുറിച്ച് പരാമർശിക്കുന്ന കൗടില്യന്റെ കൃതിയാണിത്. ഇനി നമുക്കറിയാം ഇന്ത്യയിലെ കേന്ദ്രീകൃതമായിട്ട് ഒരു ഭരണ സമ്പ്രദായം സ്ഥാപിച്ചത്
ബ്രിട്ടീഷുകാരാണ്. എന്താണ് കേന്ദ്രീകൃത മീൻസ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ഒരു ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭുവാണ് അല്ലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു തുടക്കമിട്ട വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു. ഏകദേശം 1882 അപ്പൊ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഈ റിപ്പൺ പ്രഭു തന്നെയാണ്. സംശയമില്ലല്ലോ. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാമപഞ്ചായത്തുകൾ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? പ്രാദേശിക ഭരണ സമിതി എന്നായിരുന്നു. എന്തറിയപ്പെട്ടിരുന്നു? ആ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ സമയത്ത് ഈ ഗ്രാമപഞ്ചായത്തുകളെ അറിയപ്പെട്ടിരുന്നത് പ്രാദേശിക ഭരണ സമിതി എന്നായിരുന്നു. ഓക്കെ, അങ്ങനെ നമുക്കറിയാം പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമം, പല നിയമങ്ങളും ഉണ്ട്. 1909, 19, 1935 ഒക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കാം. അതിനകത്ത് ഈ ഒരു പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. അത് ഓർത്തു വെച്ചേക്കാം. 1990 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് പ്രാദേശിക സ്വയംഭരണത്തെ, അതായത് ഓട്ടോണോമസ് ആയിട്ടുള്ള ഭരണത്തെ പ്രാദേശിക തലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിയമം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഞാൻ പറയേണ്ട രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. ഇവിടെയും സംശയമൊന്നുമില്ല, ഇത് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. കുഞ്ഞു ക്ലാസ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലേ ഉള്ളൂ. ദെൻ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാ? എപ്പോഴും ചോദിക്കുന്നതാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് എന്ത് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ളത്? ത്രിതല പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇദ്ദേഹത്തെയാണ്. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മറ്റ് കമ്മിറ്റികളെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബൽവന്ത് റായ് കമ്മീഷൻ ഉണ്ട്, അതുപോലെ തന്നെ അശോക് മേത്ത കമ്മീഷൻ ഉണ്ട്, ഹനുമന്ത റാവു കമ്മിറ്റി ഉണ്ട്, PK തുങ്കൻ കമ്മിറ്റി ഉണ്ട്. അങ്ങനെ പലതരം കമ്മിറ്റികൾ പഞ്ചായത്തി രാജുമായിട്ട് അല്ലെങ്കിൽ പ്രാദേശിക സ്വയംഭരണത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് ആൾക്കാരാണ് ഈ പറഞ്ഞ എല്ലാ കമ്മീഷനും. ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, ഹനുമന്ത റാവു കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി എന്നിവ. ഇനി ത്രിതല പഞ്ചായത്ത് സിസ്റ്റം ദ്വിതല പഞ്ചായത്ത് സിസ്റ്റമായിട്ട് പരിഷ്കരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തത് ആരായിരുന്നു? 1977 വന്ന അശോക് മേത്ത കമ്മിറ്റി ആയിരുന്നു. അപ്പൊ അശോക് മേത്ത കമ്മിറ്റി പ്രകാരം ദ്വിതല മതി, ത്രിതലം പറഞ്ഞത് ബൽവന്ത് റായ് മേത്ത, അതായത് ത്രിതലമാണ് ഇന്ന് നമുക്ക് നിലവിലുള്ളത്. അത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. ദ്വിതലം മതി എന്ന് പറഞ്ഞത് അതാണ് അശോക് മേത്ത കമ്മിറ്റിയാണ്. 1977 അപ്പം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അതുപോലെ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. മണ്ഡല പഞ്ചായത്ത് എന്ന ആശയം കൊണ്ടുവന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അപ്പൊ ഇത് അദ്ദേഹത്തെ പറ്റിയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ ജില്ലാ പഞ്ചായത്ത്, മണ്ഡല പഞ്ചായത്ത്, ദ്വിതലം എന്ന് പറയുന്നത് അശോക് മേത്ത കമ്മിറ്റിയിൽ ഏതൊക്കെയാ? ഒന്ന് മണ്ഡല പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വരുന്നത്, ജില്ലാ പഞ്ചായത്ത്, മണ്ഡല പഞ്ചായത്ത്. ഓക്കെ ആണല്ലോ. ഇനി പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി ഏതാണ്? GVK റാവു കമ്മിറ്റിയാണ് എന്ത് കൊണ്ടുവന്നത്? പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കാനായിട്ട് 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. അപ്പൊ ഈ ഒരു 3 ആൾക്കാരുടെ പേരുകൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. പിന്നെ നമുക്കറിയാം LM സിംഗ്വി കമ്മിറ്റിയെ പറ്റിയിട്ട് അല്ലെ. LM സിംഗ്വി കമ്മിറ്റി 1986 നിയമിച്ചത് ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണ്, അന്നത്തെ പ്രധാനമന്ത്രി. ഇദ്ദേഹമാണ് LM സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓർത്തു വെച്ചേക്ക. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത ആരാണ്? LM സിംഗ്വിയാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു സ്റ്റാറ്റസ് കൊടുക്കണം എന്ന് പറഞ്ഞത് LM സിംഗ്വി കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ PK തുങ്കൻ കമ്മിറ്റി 1988 എന്താ? തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്തത് പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ആയിട്ടുള്ള PK തുങ്കൻ കമ്മിറ്റി ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരാളാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ വരാം? പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് ഗ്രാമസഭ. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിലാണ്. ഗ്രാമസഭയെ പറ്റിയിട്ട് ഭരണഘടന പറയുന്ന വകുപ്പ് ഏതാണ്? 243A ആണ്. ഓക്കെ, 1994 കേരള പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വാറം എന്ന് പറയുന്നത് ആകെ അംഗങ്ങളുടെ 10ൽ 1 എന്താണ്? 1994 കേരള പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ചിട്ട് ഗ്രാമസഭ ചേരാനായിട്ടുള്ള ക്വാറം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആകെ അംഗങ്ങളുടെ 10ൽ 1. എന്നാൽ ക്വാറം തികയാതെ മാറ്റിവെച്ച് പിന്നീട് ചേരുമ്പോൾ അത് പ്രകാരമുള്ള യുഗത്തിൽ 50 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇനി ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പർ ആണ് അല്ലെ? വാർഡ് മെമ്പർ ആണ് ഇത് വിളിച്ചു കൂട്ടുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അധ്യക്ഷൻ ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഇന്ത്യയിലെ ഗ്രാമസഭാ വർഷമായിട്ട് ആഘോഷിച്ചത് 1999, 2000 എന്താഘോഷിച്ചത്? ഗ്രാമസഭ വർഷമായിട്ട് ആഘോഷിച്ചത്. അപ്പൊ ഈ 10ൽ 1, അതുപോലെ രണ്ടാമത് ചേരുമ്പോൾ മിനിമം 50 അംഗങ്ങളും കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കണം. അതുപോലെ നമുക്കറിയാം ഒരു പദ്ധതി, ഏത് പദ്ധതി? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഓർത്തോണം. 1952 എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ജനങ്ങളുടെ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വന്ന ഒരു പദ്ധതിയായിരുന്നു 1952 സാമുദായിക വികസന പരിപാടി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1952. അപ്പൊ അതുപോലെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പ്രീവിയസ് ചോദ്യമാണ്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സ്റ്റേറ്റ്മെന്റുകളിലാണെങ്കിലും. ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് പോയിന്റ്സ് നമ്മൾ ഓടിച്ചിട്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇനി നോക്കിയേ, പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് നരസിംഹറാവു ആണ് അല്ലെ? പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനവും ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്. രണ്ടിന്റെയും ആൻസർ ഒന്നാണ്. ആദ്യം നിലവിൽ വന്ന, ഇന്ത്യയിലെ 2ാമത് നിലവിൽ വന്ന സംസ്ഥാനം ആദ്യം രാജസ്ഥാനാണ്, 2ാമത് നിലവിൽ വന്നതും ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 1959. ദെൻ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 40 അല്ലെ? പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 73ഉം 74ഉം ഭേദഗതി കൃത്യമായിട്ട് പറയണമെന്നാണ്. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി 1992. നമ്മളിപ്പോ പറഞ്ഞു 11ാമത്തെ ഷെഡ്യൂൾ ആണ് അല്ലെ? 11ാം ഷെഡ്യൂൾ ആണ്. ഓക്കെ, അതുപോലെ 73ഉമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഭരണഘടനാ ഭേദഗതിയിലെ ഒരു നാഴികക്കല്ലെന്നറിയപ്പെടുന്ന 73ാം ഭേദഗതിയാണ്. അതുപോലെ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ മാസം 24. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 24 എന്തായിട്ട് ആചരിക്കുന്നത് നമ്മൾ? പഞ്ചായത്തി രാജ് ദിനമായിട്ട്, ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ട് 2011 മുതൽ നമ്മൾ ആചരിച്ചു വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട 73ഉമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മൾ 73ഉമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അടുത്ത ഒരു ചോദ്യത്തിനകത്ത് വന്നത് എന്തായിരുന്നു? ഏത് ഷെഡ്യൂൾ ആണെന്ന് നമ്മൾ പറഞ്ഞു? 11. എത്ര വിഷയം ഉണ്ടെന്നാ പറഞ്ഞത്? 29 വിഷയങ്ങളാണ് അന്ന് ഉൾപ്പെട്ടിരുന്നതെന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ 11ാം പട്ടികയിലാണ് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11ാം പട്ടികയിൽ 29 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ 73ാം ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1/3 സീറ്റുകളിൽ ആര് വേണം? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ കേരളം ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം 50% ആയിട്ട് ഉയർത്തിയിട്ടും ഉണ്ട്. അപ്പൊ ഇതെല്ലാം 73 ബന്ധപ്പെട്ടാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാ? 21 വയസ്സാണ്. ആ വിഷയം ഓർത്തോണേ, 29 വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, സംശയം ഒന്നുമില്ലല്ലോ. ദെൻ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താ? പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ. പ്രീവിയസ് ചോദ്യം. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഓർത്തു വെച്ചേക്ക. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഇവിടെ എന്തില്ല? പഞ്ചായത്തി രാജ് നിയമം ബാധകം അല്ല. അതുപോലെ ഭരണഘടനയുടെ അനുച്ഛേദം 243 to 243O വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത്. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ എത്രാമത്തെ പാർട്ടിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? 9ാം പാർട്ടില് 11ാം ഷെഡ്യൂളില്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കാം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. അത് ചോദിച്ചിട്ടുണ്ട്. കേരളത്തില് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ആയിരുന്നു സെൻ കമ്മിറ്റി.
ഇതുകൂടെ ഓർത്തു വെച്ചേക്കാം. ദെൻ നമുക്കറിയാം അടുത്തത് 74 പറയാനുള്ളത്. 74 എന്ന് പറയുമ്പോൾ എന്താണ്? മുനിസിപ്പാലിറ്റി ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചുള്ള ഭരണഘടനാ ഭേദഗതിയാണ്, അല്ലെങ്കിൽ ഭേദഗതിയാണ് നഗരപാലികാ നിയമം അഥവാ മുനിസിപ്പാലിറ്റി ആക്ട് എന്ന് പറയുന്നത്. 1992 74th ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു മുനിസിപ്പാലിറ്റി ആക്ട് അഥവാ നഗരപാലികാ നിയമം പാസ്സായത്. നിലവിൽ വന്നത് എന്നാ? 1993 ജൂൺ മാസം 1-ാം തീയതിയാണ് ഇത് നിലവിൽ വരുന്നത്. നഗരപാലിക സംവിധാനത്തിന് 3 തലങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് കോർപ്പറേഷൻ, മുനിസിപ്പൽ കൗൺസിൽ, നഗരപഞ്ചായത്ത്. എന്തൊക്കെയാ? മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ കൗൺസിൽ, നഗരപഞ്ചായത്ത്. ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നഗരങ്ങളിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ ഏത് പാർട്ടാ? 9ാമത്തെ എ പാർട്ടിലാണ് നഗരപാലികാ നിയമത്തെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെ ആർട്ടിക്കിളുടെ? ആർട്ടിക്കിൾസ് 243 ടു P2 243 ZG വരെയാണ്. അവിടെയും സംശയമൊന്നുമില്ല. ഷെഡ്യൂൾ ഏതാ? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 12ാം ഷെഡ്യൂൾ ആണല്ലോ. ഇനി ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാ? മുനിസിപ്പൽ കൗൺസിൽ ആയിരിക്കും. വലിയ പട്ടണങ്ങൾ വരുമ്പോൾ അവിടെ കോർപ്പറേഷൻ ഉണ്ടാവും, അല്ലെ? കോർപ്പറേഷൻ ഉണ്ടാവും. ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധ്യക്ഷനായിരിക്കും മേയർ എന്ന് പറയുന്നത്. അതുപോലെ ചെറിയ പട്ടണം, ചെറിയ സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? മുനിസിപ്പൽ കൗൺസിലാണ്. അവിടെ ഏറ്റവും ഹെഡ് ആരാണ്? അല്ലെങ്കിൽ അധ്യക്ഷൻ ചെയർമാൻ ആയിരിക്കും. അപ്പം അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള ഡേറ്റുകൾ ഞാൻ ഒന്നുമേ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയാം. പഞ്ചായത്തി രാജ് നിയമം 73ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 മുനിസിപ്പാലിറ്റി നിയമം വരുന്നത്, അതായത് 74ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ജൂൺ 1-ാം തീയതി. അതുപോലെ കേരളത്തില് ഈ ഒരു ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23 ഓക്കെ. അതുപോലെ കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30 അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. പിന്നെ കമ്മിറ്റിയുടെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കണം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നത് ഒരു പ്രാവശ്യം ഇയേഴ്സ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം. ദെൻ 1963 ആര് വന്നു? സന്താനം കമ്മീഷൻ വന്നു. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങൾ സംബന്ധിച്ച പഠനം നടത്താനാണ് സന്താനം കമ്മീഷൻ വന്നത്. അതിനുശേഷം സാദിഖ് അലി കമ്മീഷൻ വന്നു. 1964 സാദിഖ് അലി കമ്മീഷൻ വന്നു. രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയം അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ടാണ് സാദിഖ് അലി കമ്മീഷനെ നിയമിച്ചത്. ദെൻ 1977 അശോക് മേത്ത കമ്മിറ്റി എന്താ കൊണ്ടുവന്നത്? എത്ര വേണമെന്നാ പറഞ്ഞത്? ദ്വിതലം മതി എന്ന് പറഞ്ഞു. അപ്പം അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം. ദെൻ LN സിംബി കമ്മിറ്റിയാണ് 1986. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയമിച്ചതാണ്. അതുപോലെ തന്നെ ഇവരാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഭരണഘടനാ വിധേയമാക്കണമെന്ന് നിർദ്ദേശിച്ചത്. 1988 PK തുങ്കൻ കമ്മീഷൻ വരുന്നത്. ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ചതാണ്. ദെൻ VN ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് 1988 തന്നെയാണിത്. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനായിരുന്നു ഗാഡ്ഗിൽ കമ്മീഷൻ. അതുപോലെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിന് വേണ്ടിയുള്ള ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അപ്പൊ ഇത്രയുമാണ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കേണ്ടത്. അപ്പൊ ഇതിലപ്പുറം അറിഞ്ഞൂടാ, മാക്സിമം ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നന്നായിട്ട് തന്നെ പഠിക്കാം.